കീം 2025 പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് എക്സാം ആയിട്ടുള്ള കീം 2025ൻ്റെ കാൻഡിഡേറ്റ്സ് ക്യാൻ വെരിഫൈ ദെയർ പ്രൊഫൈൽ ആൻഡ് റെക്ടിഫൈ ഡിഫക്ട്സ്. സോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താനും ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ വെരിഫൈയും ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ്. 12 മെയ് 2025 3 PM മുന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ കീമിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പോയിട്ട് കീം 2025ൻ്റെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യും. എന്നിട്ട് അതിൽ നിങ്ങൾ പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്താൽ ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ നാറ്റിവിറ്റി, റിസർവേഷൻ ഫീ, കൺസെഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ് സച്ച് ആസ് ഫോട്ടോ, സിഗ്നേച്ചർ, അതിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾക്കൊക്കെ വെരിഫൈ ചെയ്യാൻ പറ്റും ഇപ്പം. So those candidates who have any defects in their application can view the defects by clicking menu. So എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെമോ ഡീറ്റെയിൽസ് പോയാൽ നിങ്ങൾക്ക് തെറ്റ് കാണാൻ പറ്റും. ആൻഡ് കാൻഡിഡേറ്റ്സ് ക്യാൻ റെക്ടിഫൈ ദ ഡിഫക്റ്റ് ബൈ അപ്ലോഡിങ് വാലിഡ് ഡോക്യുമെൻറ്റ്സ്. സോ വാലിഡ് ഡോക്യുമെൻ്റ്, ഫോട്ടോ, സിഗ്നേച്ചർ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ ഡു ഇറ്റ് ബിഫോർ 12th May. ഓക്കെ, നെക്സ്റ്റ് മൺഡേയുടെ മുന്നായിട്ട് ചെയ്യാം. ഇനി candidates who have difference in their name, photo and signature shown in the profile page. പ്രൊഫൈൽ പേജ് കാണിച്ചിട്ടുള്ള പേര്, സിഗ്നേച്ചർ, ഫോട്ടോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ മെയിൽ അയക്കണം. ഈ കീമിൻ്റെ വെബ്സൈറ്റിലോട്ട് മെയിൽ അയക്കണം. എൻ്റെ പേരിൽ എൻ്റെ പ്രൊഫൈൽ ഡിഫക്റ്റ് ഉണ്ടെന്ന്. അതും 12th May 2025 മുന്നായിട്ട് അയക്കണം. Document certificate sent to office of the CE by any mode other than through Keen 25 portal in response to the respective memos or otherwise will not be considered for rectification. So കാൻഡിഡേറ്റ് പോർട്ടൽ വഴി അല്ലാതെ അയക്കുന്നൊന്നും എടുക്കുന്നതായിരിക്കില്ല. ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നാറ്റിവിറ്റിയിൽ നിങ്ങൾ കേരളൈറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ കേരളൈറ്റ്സ് ആക്കണം. കേരളൈറ്റ്സ് അല്ലാത്തവർക്ക് ഈ ഫീ കൺസെഷനും സ്പെഷ്യൽ റിസർവേഷൻ ഒന്നും ഉണ്ടാവില്ല. സോ ദോസ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് നോട്ട് ബീൻ റെക്കോർഡഡ് ദ നാറ്റിവിറ്റി ആസ് കേരളൈറ്റ് വിൽ നോട്ട് ബി കൺസിഡർഡ് ഫോർ എനി ഫീ കൺസെഷൻ. സോ കേരളൈറ്റ്സ് അല്ല, അങ്ങനെ എന്തെങ്കിലും ഡിഫക്റ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തിരുത്തി വെക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ കീം എൻട്രൻസ് എക്സാം, എൻജിനീയറിംഗ് എൻട്രൻസ് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ എൻജിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവുള്ളൂ. അതുപോലെ ഫാർമസി ക്വാളിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ +2 മാർക്കും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾ ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റിലും വരുള്ളൂ. ആൻഡ് ദോസ് ഹൂ ഹാവ് ക്ലെയിംഡ് എലിജിബിലിറ്റി ഫോർ NRI കോട്ട വിൽ ബി ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു റെക്ടിഫൈ ഡിഫക്ട്സ് ലേറ്റർ. സോ ഇപ്പോൾ NRIയിലുള്ളവർക്ക് ഈ ഒരു ഡിഫക്റ്റ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ല. സോ അവർക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ചാൻസ് വരുന്നതായിരിക്കും. സോ ഇപ്പോൾ ഇതുള്ളത് ഇവിടെ കേരളത്തിലുള്ളവർക്കുള്ള ഒരു ചാൻസാണ് റെക്ടിഫൈ ചെയ്യാനുള്ള. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ എപ്പോഴും കീമിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക് യു.